ഒരു 2 മിനിറ്റിനുള്ളിൽ നമുക്ക് കാലി ലിനക്സ് കയറ്റി വയ്ക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് 2 മിനിറ്റാണ്. അപ്പോൾ അതെങ്ങനെ കയറ്റേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ആദ്യം നമ്മൾ നിങ്ങളുടെ ഒപ്പേറമിന ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വിർച്വൽ ബോക്സ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ ഫസ്റ്റ് വരുന്ന ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗെറ്റ് ഡൗൺലോഡ് അടിക്കുക, എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഡയറക്റ്റ് 2 മിനിറ്റോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലി ലിനക്സ് ടൈപ്പ് ചെയ്യുക. കാലി ലിനക്സ് ഓണായി. എന്നിട്ട് ഫസ്റ്റ് കാണുന്ന ലിങ്ക് തന്നെ പിടിച്ച് നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് വിർച്വൽ മെഷീൻ വഴി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അതിൽ റെക്കമെൻഡഡ് ആണ്. ആൻഡ് അതിൽ 64 ബിറ്റിൻ്റെ ഈ ഒരു ഫയൽ കയറ്റുക. ഇത് വിൻഡോ 10 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് പറയുന്നത് 64 ബിറ്റിൻ്റെ കയറ്റുക ഇതാക്കുക. അപ്പോൾ ഇതിലൊരു പ്രശ്നം വരുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് അറിയാത്തൊരു ഡൗട്ട് ഉണ്ട്. അത് ഞാനിപ്പോൾ ക്ലിയർ ആക്കി തരാം. എനിക്കുണ്ടായിരുന്ന ഡൗട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അറിയുന്നവർക്ക് ഓക്കെ, അറിയാത്തവർക്കുള്ള കേസ് പറയണം. ആദ്യം ഈ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനത്തെ രീതിയിലായിരിക്കും കാണിക്കുക സിസ്റ്റത്തിൽ. ഈ ഫയൽ വന്നു കഴിഞ്ഞാൽ അത് ഞെക്കി കഴിഞ്ഞാൽ കൂടി നമുക്ക് ഡയറക്റ്റ് എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രൗസറിലേക്ക് പോയി വെറുതെ വീണ്ടും ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതില്ലാണ്ടിരിക്കാം. ആ ഒരു പ്രശ്നം എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് കൂടിയും പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫയൽ എടുക്കുക. ആ ഒരു ഫയലിനെ ഇതാണ് ആ ഫയൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് മൊബൈലിലേക്ക് കോപ്പി ചെയ്യാം. ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്യാം മൊബൈലിൽ. എന്നിട്ട് അതിനെ സെഡ് ആർച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. സെഡ് ആർച്ചീവർ കേട്ടോ, സോറി. അപ്പോൾ സെഡ് ആർച്ചീവർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ എടുത്തിട്ട് നിങ്ങൾ അവിടെ നിന്ന് വെച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്യുക. അതാണ് ആപ്ലിക്കേഷൻ. അത് നിങ്ങളുടെ മൊബൈലിൽ കയറ്റി അത് എക്സ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്കൊരു ഫയൽ കിട്ടും. ആ ഫയൽ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ചെയ്തിട്ട് അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഇതിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഓപ്പൺ ആയി കിട്ടും. ഓക്കെ, ആൻഡ് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിർച്വൽ മെഷീൻ നമ്മൾ കയറ്റിയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇത് കിടക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആഡ് ഞെക്കുക. ആ ഒരു ഫയൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരും. ആ ഫയൽ ജസ്റ്റ് ഒന്ന് ഞെക്കി കൊടുത്താൽ മതി. എന്നിട്ട് സ്റ്റാർട്ട് അടിച്ച് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയി വരും. അത്രേ ഉള്ളൂ. ഇപ്പോൾ 2 മിനിറ്റ്, ഇപ്പോൾ 2.5 മിനിറ്റ് ആയിരുന്നു. 3 മിനിറ്റാണ് മാക്സിമം പറയുന്നുള്ളൂ. 3 മിനിറ്റിനുള്ളിൽ നമുക്ക് കാലി ലിനക്സ് അല്ലെങ്കിൽ പാരറ്റോ ഏതൊരു സിസ്റ്റം നമുക്ക് ഇതിൽ കയറ്റാം. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ, ബൈ.